ഗൈസ് നമ്മുടെ മണിക്കുട്ടി ഹോംവർക്കിനായിട്ട് ഇരുന്നു അല്ലേ? പിന്നെ വന്നേക്കുവാ ഞങ്ങള് ഹോംവർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇന്നത്തെ എന്തുവാന്ന് വെച്ചാ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അതാ ഇന്നത്തെ വീഡിയോ. ഞാൻ എന്നും 3 മണിക്കായിരിക്കത്തുള്ളൂ ഹോംവർക്കിന്. 3 o'clock. ഇംഗ്ലീഷിൽ പറയുന്ന 3 o'clock, മലയാളത്തിൽ പറയുന്ന 3 മണി. എൻ്റെ ചിലപ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്ന മണീന്നാണ്. പക്ഷെ അന്നമ്മ എന്നെ ചിലപ്പോൾ വിളിക്കും മണിക്കുട്ടി. ഇങ്ങോട്ട് കത്രിക സൂക്ഷിച്ച് പിടിക്കണം. ഇത് മതി സൂക്ഷിച്ച് പിടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ളത് വേണേ ഞാൻ കട്ട് ചെയ്ത് തരാം. ബുക്ക് കട്ട് ചെയ്യരുത്. ചരിഞ്ഞു സ്ട്രെയിറ്റ് പിടിച്ചേ. അങ്ങനെ ഇതിന്റെ വാലൂടെ കട്ട് ചെയ്യേ. ഇവിടം കൂടെ ശരി. ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തോളാം. താൻ വാലൊക്കെ കട്ട് ചെയ്യും. അപ്പൊ ഗൈസിന് മനസ്സിലായല്ലോ ആരാ ഇവിടെ വർക്ക് ചെയ്യുന്നെന്ന്. യെസ് ഗൈസ്, ശാന്തി കുമാരി. മൂർച്ചയുള്ളതാ, സൂക്ഷിച്ചു കേട്ടോ, കൈമുറിയല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, കട്ട് ചെയ്യാൻ കുറെ സമയം എടുക്കും. ഫസ്റ്റ് എന്താ എഴുതിയേക്കുന്നത്? പ്ലെയിൻ. പ്ലെയിൻ മാത്രമേ ഉള്ളൂ, എയറോപ്ലെയിൻ ഇല്ല, പ്ലെയിൻ മാത്രം. ഈ സാധനം എന്താ? എന്റെ ചെണ്ടയുടെ സാധനം എടുത്ത് ചെയ്യുന്നത്. അതാ കയ്യെ പറ്റണ്ട. ഇങ്ങോട്ടാ ഞാൻ സ്റ്റിക്ക് ചെയ്യാം. കയ്യെ പറ്റല്ലേ? ഇല്ല. ഞാൻ ഒരു ദിവസം സെക്കൻഡ് എന്താണ് മോനെ? ക്ലോക്ക്. നിങ്ങൾ തപ്പി പിടിച്ച ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുന്ന ഓപ്പൺ ചെയ്യുന്ന ഒക്കെ. ഓക്കെ, വെച്ചുട്ടാ. അടുത്തത് എന്താ? ബ്ലോക്ക്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം വെച്ച് കൊടുക്കണം പഠിക്കാനായിട്ട്. സ്കൂളിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം അവർക്ക് ഫ്രീ ആയിട്ട് വിടണം അല്ലേ? അങ്ങനല്ലേ വേണ്ടേ? ബ്ലോക്ക് ഇവിടെ പിടി. ഇനി ഒട്ടിക്ക്. കുറച്ച് നേരം അവരെ ഫ്രീ ആയിട്ട് വിട്ട് കഴിയുമ്പോൾ അവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും അല്ലേ? ബോറടിക്കും പറയും, അമ്മമ്മേ എനിക്ക് ഹോംവർക്ക് ചെയ്യണം എന്ന് പറയും. ഞങ്ങളുടെ മിടുക്കിക്കുട്ടി അങ്ങനെ അല്ലേ? കാരണം കുഞ്ഞിന് ടൈമില്ല. ഫ്ലൂട്ടാ. കാരണം മോള് 3 മണിക്ക് ഹോംവർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ കന്നഡ എനിക്ക് അറിയാത്തോണ്ടിട്ട് ഞാൻ ട്യൂഷന് വിടുന്നുണ്ട്. ഇവിടെ അടുക്കളൊരു കുട്ടി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ചോ? മേഴ്സി ആൻറ്റി. എന്നിട്ട് അത് കഴിയുമ്പോൾ കുഞ്ഞിന് പിന്നെ 5 മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, 6 മണിക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ട് അല്ലേ? ഭയങ്കര തിരക്കാണ്. ഇന്ന് മ്യൂസിക് ക്ലാസ് ഇല്ല, അവര് ഇന്ന് ക്യാൻസൽ ചെയ്തേക്കുവാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇന്ന് 6 മണി തൊട്ട് ഫ്രീ ആണ്.
അടുത്ത എന്താണ്? ഗ്ലോഡ് 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 എന്നാണ് ഗ്ലോബ്. ഗ്ലോബ്. ചിലപ്പോൾ ഞാൻ ഗ്ലോബ് എന്ന് പറയാറുണ്ട്. തള്ളല്ലേ കേട്ടോ, ഇച്ചിരി തള്ളു പാർട്ടി കേട്ടോ, ഭയങ്കര തള്ള ചില സമയത്തിരുന്ന്. ആ ചെല്ലേ ഒട്ടിക്ക്, തല തിരിച്ചൊട്ടിക്കല്ലേ, നേരെ ഒട്ടിക്ക. ഞാൻ തല തിരിച്ചു ഒട്ടിക്കുന്നു. അടുത്തത് മണിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് സ്ലീപ്പ്. അല്ലേ മണി? അതെ, ഇഷ്ടമേ അല്ല സ്ലീപ്പ് ചെയ്യുന്നത്. എനിക്കിഷ്ടമില്ല. സാധാരണ കുട്ടികൾക്ക് ഉറക്കമാ, ഇവിടെ നേരെ തിരിച്ച, ഉറക്കമേ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞു ഹോംവർക്ക് അല്ലേ? ഇനി ഞങ്ങളുടെ അടുത്ത ഹോംവർക്ക് എന്തൊക്കെയാ ദൈവമേ, ഒന്നും പറയാൻ പറ്റില്ല. 116 നമ്പർ. പെൻസിൽ എടുത്തിട്ട് വേഗം വരൂ. കിട്ടിയോ? ഓക്കെ, ഇത് 5 rupees. ഇതാണ്ട് 5. ഇത് വാങ്ങുന്നുണ്ടോ? എന്തുവാ അത്? ഇത് നോക്കി ഇങ്ങനെ ക്രോസ് മാച്ച് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ 5 rupees. ഇത് 10 rupees ഗൈസ്. 10 rupees. ഇത് 20 rupees. ഇത് 50 rupees. കറക്റ്റ് ആണോ മുത്തേ? അതെ, കറക്റ്റാ. അതെത്രയാ? 200. എവിടെ 200? ഹിയർ. ഓക്കെ, ഫിനിഷാ? നോക്കട്ടെ. 100 rupees ഉണ്ടോ? അതാണ് 100 rupees. ഫിനിഷ് ചെയ്തോ? വാവ്, സൂപ്പർ, ഗുഡ് ഗേൾ ആണേ, ഗുഡ് ഗേൾ ആണേ. ഇത് ക്ലാസ് വർക്ക്. ഇച്ചുമണിയെ കണ്ണു വെക്കല്ലേ കേട്ടോ, ഹോംവർക്ക് അല്ലേ? അതെ, മണിയെ കണ്ണു വെക്കല്ലേ? കണ്ണു വെച്ച ഞാൻ വേറെ ആളാ. ഓ പിന്നെ എന്നെ മൂക്കാണെങ്കിൽ മൂക്കടഞ്ഞിരിക്കും. മൂക്കിൽ മരുന്നൊഴിക്കില്ലല്ലോ, അറിയാമല്ലോ, എല്ലാം പറഞ്ഞു തരണ്ടല്ലോ. ചെറുതൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും. ചെറുതൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. പോയി മൂക്കി ചീറ്റിട്ട് വന്നിരുന്നാട്ടോ. അതെന്താന്ന് പറയാ? ആനിമൽസ്. കാട്ടിലല്ലേ? കാടിന് എന്താ പറയുന്നേ? ഫോറസ്റ്റ്. ഇനി എന്താ ഉള്ളേ? ഈ ടൈപ്പിലാണോ ഇത്? ഫിഷ് എവിടാ? ഫിഷ് ഇവിടെ. കറക്റ്റാ ചെയ്തത്. അപ്പൊ ഗായ്സ്, അടുത്ത ഹോംവർക്കും തീർന്നു. ഫിനിഷ് ചെയ്തോ? ഞങ്ങൾ ഇത് ചെയ്തായിരുന്നു. റോക്കറ്റ് എവിടെ ലാൻഡ് ചെയ്യുന്നു അത് ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്തു. കുറേ ലൈൻസ് ഉണ്ട്, അതുവരെ നമുക്ക് ചെയ്യാം. ഞാൻ ഈ ലൈൻ എടുത്തിരുന്നു. അതിന്റെ മേളിൽ കൊടുത്തേക്കൊന്ന് റീഡ് ചെയ്യാൻ, അതൊന്ന് റീഡ് ചെയ്യേ. മണി എന്ത് ചെയ്യുക? ഞാൻ ഡ്രോയിങ് ചെയ്യാം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. ഏത്? എപ്പോഴേ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഇനി എന്താ ഉള്ളേ? ഞാൻ ഡ്രോയിങ് ചെയ്യും. ഡ്രോയിങ് ചെയ്യുവാണോ?
ചുമ്മാ ചെയ്യുന്നത് അതോ സ്കൂളിലേക്കോ? സ്കൂളിലേക്കല്ല, ചുമ്മാ ചുമ്മാ ചെയ്യുന്ന ഒരു ചെയ്യുന്നത്. രസത്തിന്. ഓക്കെ ഓക്കെ. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള യൂണിഫോമിൻ്റെ കേട്ടോ അതെ ഗൈസ്. ഗൈസ്. മണി കേൾക്കുന്നുണ്ടോ? ആ, ഈ യൂണിഫോമിൻ്റെ പേപ്പർ ഇത് അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കണം. രാജാജിനഗർ അല്ലേ? ഓ, കഴിഞ്ഞ പ്രാവശ്യം അമ്മുക്കുട്ടനാണോ ചെയ്തേ അതോ ജേച്ചനായിരുന്നോ? ചോദിക്കാം, ജേച്ചൻ വന്ന് ചോദിക്കാം നമുക്ക് കേട്ടോ. ജേച്ചനാന്ന് തോന്നുന്നു ചെയ്തത്. ജേച്ചനാന്ന് തോന്നുന്നു. നോക്കാം. ചേച്ചി പോയി പടം വരയ്ക്കേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങോട്ട് ഓടി വരും. കിട്ടിയോ? ഞാൻ യൂണിഫോം തേക്കട്ടെ ഡാൻസിൻ്റെ. ഓക്കെ, പോണ്ടേ നമുക്ക്? അപ്പൊ വേഗം ചെയ്യേ. ഞങ്ങൾ വേഗം ചെയ്യട്ടെ, എന്ത് പോണം. അപ്പം ഇംഗ്ലീഷ് കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞു, VS കഴിഞ്ഞല്ലേ? അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് കഴിഞ്ഞു മണി. ഇത് അച്ഛൻ വന്നിട്ട് അച്ഛനെ കൊണ്ടിട്ട് സൈൻ ഇടിപ്പിച്ച് കൊടുക്കാമേ. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും എൻ്റെ ഡ്രോയിങ് ഒക്കെ കാണാൻ. എന്ത് ഡ്രോയിങ് ആണ്? അത് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരത്തില്ല, എഴുതി കഴിഞ്ഞിട്ട് കാണിച്ചു തരത്തുള്ളൂ. പോസ് ചെയ്തോടെ. ഇല്ല. അച്ഛൻ അമ്പലത്തിലെ സംഭവങ്ങളൊക്കെ ഇട്ടായിരുന്നു. അപ്പം ഞാൻ പൂവിന് കളർ അടിക്കുന്നു. കഴിഞ്ഞോ? കളർ അടിച്ചു കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഞാൻ പൂവിന് കളർ അടിക്കുന്നത് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് പിങ്ക് കളർ. അതുകൊണ്ട് ഞാൻ പിങ്ക് കളർ അടിക്കാൻ പോകുന്നു. നമുക്കെല്ലാം പിങ്ക് അല്ലേ? ഒരു പിങ്കുകാരി വന്നേക്കും. ശാനമ്മ എപ്പോഴും ബ്ലാക്ക് ആണല്ലോ, എനിക്കറിയാം. അല്ലെങ്കിൽ യെല്ലോ. നീ പിങ്ക് വരയ്ക്ക്, പിങ്ക് വരയ്ക്ക്. അപ്പം മണി പടമൊക്കെ വരച്ച് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലേടാ? അപ്പം എൻ്റെ പടം എങ്ങനെയുണ്ട് ഗായ്സ്? ഇതാണ് മണിക്കുട്ടിയുടെ പടം, ഇന്ന് വരച്ച പടം. ഓരോ ദിവസം ഓരോന്നാണ്. ഓരോ ദിവസമൊന്നുമില്ല, കുഞ്ഞിനെപ്പോൾ തോന്നുന്നു അപ്പോൾ പടം വരയ്ക്കും അല്ലേ? അതെ ഗായ്സ്. അപ്പം ഡ്രോയിങ്ങിനൂടെ വിടണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നു. അവിടെ സമയക്കുറവും കൊണ്ടിട്ടാണ്, എന്നാലും ട്രൈ ചെയ്യും അല്ലേ പോകാനായിട്ട്. ഇനി ഡാൻസിന് പോകണ്ടേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിർത്തുവാണ്. ഇനി ഡാൻസിന് പോകുന്നതും കൂടെ വീഡിയോ എടുത്തു വിടാം. ഓക്കെ ഓക്കെ. നിർത്തത്തില്ല, പറഞ്ഞോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഫോളോ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക. കാണിച്ച വീഡിയോ